എന്ത്? എന്ത് വേണം? വേണ്ടതൊക്കെ ഞാൻ അവളോട് ചോദിച്ചോളാം. അവളെവിടെ? പൂജ. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നമൊക്കെ ഞാൻ ആ പൂജയോട് പറഞ്ഞോളാം. ആദ്യം നിങ്ങൾ അവളെ വിളിക്ക്. അങ്ങനെ ആരെങ്കിലും വന്ന് പറയുമ്പോ വിളിക്കാനുള്ളതല്ല അവള്. അവളെ എന്റെ കൊച്ചുമോന്റെ ഭാര്യ. അങ്ങനെ ആരെങ്കിലും അല്ല വന്ന് വിളിക്കുന്നത്. അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ വല്യുമ്മയാ ഞാന്. കുടുംബത്തുകാരി തെമ്മാടത്തരം പറയാണല്ലോ, അടിച്ചോണപ്പല്ല താഴെ. ഗോമതി വേണ്ട, കേറി പോകാത്ത. അമ്മേ, ഇവര് പറഞ്ഞു കേട്ടില്ലേ? കേൾക്കാതിരിക്കാൻ ഞാൻ പൊട്ടിയൊന്നുമല്ല. കേട്ടു, മറുപടി ഞാൻ പറഞ്ഞോളാം. നീ കേറി പോ. അന്നും നിങ്ങൾ ഇവിടെ വന്ന് പൂജയും നിങ്ങളുടെ മോനും തമ്മിൽ പ്രേമത്തിലാണെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടത് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ എനിക്ക് നിങ്ങളെ വ്യക്തമായിട്ട് അറിയാം. ഇനി നിങ്ങളെ ഇവിടുന്ന് മര്യാദയ്ക്ക് പോവില്ല. ഞാൻ എങ്ങനെ പോണോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. മര്യാദയ്ക്ക് ഞാൻ ഇവിടുന്ന് പോണമെങ്കിൽ നിങ്ങൾ ആദ്യം പൂജ വിളിക്ക്. എന്തിന്? അന്നൊരിക്കലും നിങ്ങൾ പറയുന്നത് കേട്ട് അവളെ ഞാൻ വിളിച്ചതല്ലേ? അവൾ എന്താ പറഞ്ഞെന്നും നിങ്ങൾ കേട്ടതല്ലേ? പിന്നെ ഇനിയും ഞാൻ എന്തിനാ അവളെ വിളിക്കുന്നത്? ഇനിയാണ് അവളെ വിളിക്കേണ്ടത്. ഇനിയാണ് എനിക്ക് അവളോട് ചോദിക്കേണ്ടത്. നിങ്ങൾ മാത്രമല്ല, ഈ ലോകം മുഴുവൻ കേൾക്കാൻ എനിക്ക് അവളോട് ചോദിക്കണം. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്. പൂജേ, പൂജേ, നിക്കവിടെ. നിങ്ങൾ ഇതെവിടെ കയറി പോവാ? അമ്മേ, ഒരു വിളിക്കേ, നോക്കി നിൽക്കാതെ. അതെ, ഞാൻ ദത്തേട്ടനെ വിളിക്കാം. വേണ്ട വേണ്ട, ആരും ആരെയും വിളിക്കണ്ട. ഇത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. സത്യം പറ പെണ്ണുപിള്ളേ, ഈ കച്ചവടത്തിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? രൂപയോ? അതെ, രൂപ. എന്താ കേട്ടിട്ടില്ലേ? എന്റെ കൊച്ചിനെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയതിന് ആ സ്വാമിനാഥൻ ഡോക്ടർ നിങ്ങൾക്ക് എത്ര രൂപ തരുമെന്ന്? ഏത് സ്വാമിനാഥൻ ഡോക്ടർ? പൂജയുടെ അമ്മാവൻ ഡോക്ടർ സ്വാമിനാഥൻ. അയാളല്ലേ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? എനിക്ക് ഒരു സ്വാമിനാഥൻ ഡോക്ടറെ അറിയാൻ പാടില്ല. ആരും എന്നെ പറഞ്ഞയച്ചതുമല്ല. എന്റെ മോന്റെ കുഞ്ഞിന്റെ അവകാശം സ്ഥാപിക്കാൻ ആരെങ്കിലും എന്നെ പറഞ്ഞയക്കണോ? ചോണയുണ്ടെങ്കിൽ പൂജനെ വിളിക്ക്, ഞാൻ അവളോട് സംസാരിക്കാം. അവള് പറയട്ടെ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്റെ മോനാണോ അതോ നിങ്ങളുടെ കൊച്ചുമോനാണോ എന്ന്. പൂജ, ഞാൻ തടയില്ല. നിന്റെ മനസ്സുപോലെ നിനക്ക് പറയാം. മുത്തശ്ശി, മുത്തശ്ശി അല്ലാതെ ആരെങ്കിലും ഈ വീട്ടിൽ നിങ്ങൾ കേട്ടോട് നിൽക്കൂ. മുത്തശ്ശി അകത്ത് കയറിപ്പോ, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. നീ എന്ത് ചെയ്യാനാ? ഇവരെ തല്ലി പുറത്താക്കുവോ അതോ നിന്റെ ഭർത്താവിനെ വിളിച്ചു വരുത്തുവോ? അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുവോ? ഒരിക്കൽ മുത്തശ്ശി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയതല്ലേ, എന്നിട്ട് പരിഹരിച്ചോ? പരിഹരിക്കേണ്ടത് നമ്മളാരും അല്ലല്ലോ, പൂജയല്ലേ. അവൾ അന്ന് ഇവരെ അറിയുക പോലും ഇല്ലെന്ന് പറഞ്ഞ് ആട്ടിയിറക്കി വിട്ടതല്ലേ? അന്ന് മാത്രമല്ല, ഇന്നും ആട്ടി ഇറക്കി വിടും. ഓഹോ, എന്നാ പിന്നെ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. പൂജ, പൂജ.